ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ടൈറ്റിലുമൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി കാണും. അതായത് സരസ്വതി എൻ്റെ മോളുടെ ഒരു സ്കിൻ കെയർ റൂട്ടീൻ പ്ലസ് ഡയപ്പർ കെയർ റൂട്ടീനാണ് ഞാൻ ഇന്ന് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത് ഞാൻ മറന്നു പോകാതിരിക്കാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് വിട്ടുപോകരുതെന്ന് ഓർത്തിട്ടാണ് എഴുതി വെച്ചത് കേട്ടോ. ഇത് ഞാൻ പറയുന്ന ഈ ഒരു റൂട്ടീൻ ഒരു 19-20 months ആയ ഒരു കുഞ്ഞിൻ്റെ റൂട്ടീനാണ്. അതായത് സ്കിൻ കെയർ റൂട്ടീൻ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വലിയ റൂട്ടീനാണ്. അങ്ങനെയൊന്നുമില്ല, സാധാ കുട്ടികൾക്ക് ഇടുന്ന തന്നെയാണ്. അപ്പോൾ ഏത് ബ്രാൻഡൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ഏത് പ്രോഡക്റ്റ്സ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് മാത്രമാണ് ഞാൻ കൂടുതലില്ല എംഫസൈസ് ചെയ്ത് പറയാൻ നോക്കുന്നത്. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഈ വീഡിയോ സ്പോൺസേർഡ് അല്ല, ഇതൊരു നോൺ സ്പോൺസേർഡ് വീഡിയോ ആണ്. ഇതിൽ പറയുന്ന എല്ലാ പ്രോഡക്ട്സും ഞാൻ സ്വന്തമായിട്ട് മേടിച്ച് എൻ്റെ കുഞ്ഞിന് യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സുകളാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഫസ്റ്റ് നമുക്ക് വൈപ്സ് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വൈപ്സ് ഞാൻ യൂസ് ചെയ്യുന്നത് മദർ സ്പർശ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ 99% പ്യുവർ വാട്ടർ വൈപ്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. സാധാരണ ഞാൻ പണ്ട് സ്റ്റൈൽ പ്ലസിൽ നിന്നാണ് മേടിച്ചുകൊണ്ടിരുന്നത്. ഒത്തിരി പാക്കറ്റ്സ് ആയിട്ട് ഞാനിങ്ങനെ മേടിക്കുമായിരുന്നു. ഇപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് തന്നെ ഒരു 20 വൈപ്സ് ആയിട്ട് 12 വൈപ്സോ 20 വൈപ്സോ ആയിട്ട് ഒരു കാർട്ടണിലാണ് ഞാൻ മേടിച്ച് വീട്ടിൽ വെക്കാറ്. അപ്പം നമുക്ക് എപ്പോൾ തീർന്നു പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ സ്റ്റോർ ചെയ്ത് മേടിച്ച് വെക്കാറാണ് പതിവ്. അപ്പോൾ ഓരോരോ പീസ് അല്ലെങ്കിൽ 2 പീസ് വെച്ചിട്ടല്ല ഞാൻ മേടിക്കുന്നത്. അതാണ് കുറച്ചും കൂടി ലാഭം നമുക്ക് മേടിക്കാൻ. നേരത്തെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് മീമിയുടെ, അതായത് മോള് ജനിച്ച സമയത്തൊക്കെ ഞാൻ മീമിയുടെ വൈപ്സ്, എനിക്ക് അത്ര നോളജ് ഇല്ല, നമ്മൾ പഠിച്ച് വരുന്നല്ലേ ഉള്ളൂ. അപ്പം മീമിയുടെ വൈപ്സ് മേടിക്കുമായിരുന്നു. പക്ഷേ അതിൽ ആലോവേറ കണ്ടൻറ്റ് ഉണ്ടായിരുന്നു. എനിക്ക് പ്യുവർ വാട്ടർ വൈപ്സ് കിട്ടുന്നില്ലായിരുന്നു, വേറെ എവിടെ നിന്നും കിട്ടുന്നില്ലായിരുന്നു പ്യുവർ വാട്ടർ വൈപ്സ്. അപ്പോൾ ഒരു കാരണവശാലും എപ്പോഴും ശ്രദ്ധിക്കുക, ഫ്രേഗ്രൻസ് അടങ്ങിയിട്ടുള്ള, പ്രത്യേകിച്ച് ഈ ആലോവേറയൊക്കെ ഉണ്ടെന്ന് പറയുന്ന സാധനങ്ങൾ മേടിക്കാതിരിക്കുക. അത് നമുക്ക് പെട്ടെന്ന് ആലോവേറ അല്ലേ എന്ന് നമുക്ക് തോന്നും, പക്ഷെ അത് കുട്ടികൾക്ക് ചീത്തയാണ്. ആലോവേറ കണ്ടൻറ്റ് ഉള്ളത് മേടിക്കാതെ ഇരിക്കുക. നമ്മൾ പ്യുവർ വാട്ടർ വൈപ്സ് തന്നെ മേടിക്കാൻ നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്യുവർ വാട്ടർ വൈപ്സ് മേടിക്കേണ്ടെന്നുണ്ടെങ്കിൽ ഒരു സാധാ ഒരു മൽമൽ തുണിയിൽ വെള്ളം നനച്ച് തന്നെ ക്ലീൻ ചെയ്യാൻ നോക്കുക കേട്ടോ. വൈപ്സ് ഇട്ട് ക്ലീൻ ചെയ്ത്, വൈപ്സ് പോലെ തന്നെ സാധാ മൽമൽ ക്ലോത്ത് ഇല്ലേ അത്, അല്ലെങ്കിൽ സോഫ്റ്റ് ക്ലോത്ത്, ബനിയൻ ക്ലോത്ത് പോലത്തെ എന്തെങ്കിലും വാട്ടറിൽ മുക്കി തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. അല്ലാതെ ഈ ഫ്രേഗ്രൻസ് അടങ്ങിയിട്ടുള്ള ഒറ്റ സാധനങ്ങൾ മേടിക്കരുത്, പ്രത്യേകിച്ച് വൈപ്സ് അത് മേടിക്കുകയോ ചെയ്യരുത്. അപ്പോൾ അഥവാ വൈപ്സ് മേടിക്കുകയാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഈ മദർ സ്പർശിൻ്റെ വൈപ്സ് മാത്രമാണ്. മദർ സ്പർശിൻ്റെ വേറൊരു വൈപ്സ്, ഒരു പച്ച കളർ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു, അത് ഞാൻ മേടിക്കത്തില്ലായിരുന്നു കേട്ടോ. ഇതൊരു ബ്ലൂ കളർ പാക്കറ്റാണ്, ബ്ലൂ ആൻഡ് വൈറ്റ് വരുന്നൊരു കോമ്പിനേഷനിൽ വരുന്നൊരു പാക്കാണ്. ഇത് മാത്രമേ ഞാൻ മേടിക്കാറുള്ളൂ. അപ്പോൾ അതാണ് വൈപ്സിൻ്റെ സ്റ്റോറി. നെക്സ്റ്റ് നമുക്ക് ബോഡി വാഷ് നോക്കാം. ബോഡി വാഷ് ഞാൻ മോള് വളരെ കുഞ്ഞിലേ മുതലേ, കുളിപ്പിച്ച് തുടങ്ങിയ മുതലേ അവീനോടെ പ്രോഡക്റ്റ് മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. അവീനോടെ ബേബി വാഷാണ് ഞാൻ മൂക്ക് കുഞ്ഞിലേ മുതലേ യൂസ് ചെയ്യുന്നത്. അത് ഡെയിലി വാഷാണ്. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഷാണ്. ജനിച്ചത് മുതൽ, കുളിപ്പിച്ച് തുടങ്ങുന്ന മുതൽ ഇന്ന് വരയ്ക്കും ഞാൻ അവീനോടെ വാഷ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് സെൻസിറ്റീവ് സ്കിന്നിനും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഷാണ് കേട്ടോ. അപ്പോൾ അവീനോടെ ഡെയിലി വാഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ഹെഡ് ടു ടോ വാഷാണ്, അതായത് വാഷ് ആൻഡ് ഷാംപൂ ആണ്. ഷാംപൂ ആയിട്ട് യൂസ് ചെയ്യാം, പക്ഷെ ഞാൻ ഷാംപൂ അതല്ല യൂസ് ചെയ്യുന്നത്. ബോഡിയിൽ മാത്രം, ബോഡിയും ഫേസും മാത്രം അവീനോട് വാഷ് യൂസ് ചെയ്തിട്ടാണ് വാഷ് ചെയ്ത് കൊടുക്കുന്നത്. ഷാംപൂ ഞാൻ സ്പൂ ഷാംപൂ എന്ന് പറഞ്ഞൊരു ഷാംപൂ ആണ് മോക്ക് യൂസ് ചെയ്യുന്നത് കേട്ടോ. സ്പൂ, SPOO എന്ന് പറയുന്നത് സ്പൂ ഷാംപൂ. ഇതെനിക്ക് ഡോക്ടർ റെക്കമെൻഡ് ചെയ്ത ഷാംപൂ ആണ്. 4 months കഴിഞ്ഞപ്പോൾ മുതൽ മോക്കൊരു 3 മാസം കഴിഞ്ഞ് 4 മാസമൊക്കെ ആയപ്പോൾ തൊട്ട് സ്പൂ ഷാംപൂ ആണ് തലയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് ആദ്യമൊക്കെ തുടക്കത്തിൽ ഞാനൊരു സ്കാൽപ്പ് മസാജർ ഉണ്ടല്ലോ, ഒരു സിലിക്കൺ സ്കാൽപ്പ് മസാജർ മേടിക്കാൻ കിട്ടും കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ജെൻറ്റിലായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുമായിരുന്നു. അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, വേറെ ഒരു സാധനങ്ങളില്ല, സ്പൂ ഷാംപൂ മാത്രം. അപ്പോൾ സ്പൂ ഷാംപൂ ആണ് ഞാൻ ഷാംപൂ ആയിട്ട് യൂസ് ചെയ്യുന്ന മൂക്ക്. അടുത്ത ബോഡി ലോഷനും അവീനോടെ ബോഡി ലോഷൻ തന്നെയാണ് യൂസ് ചെയ്ത് കൊടുക്കുന്നത്. അവീനോടെ ഡെയിലി മോയ്സ്ചറൈസിങ് ലോഷൻ തന്നെയാണ് യൂസ് ചെയ്ത് കൊടുക്കുന്നത്. അത് ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ബോഡി കംപ്ലീറ്റ് ആയിട്ട് നെക്ക് തൊട്ട് ഫുൾ ബോഡി ഞാൻ അവീനോടെ ബോഡി ലോഷൻ, അതായത് കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ചെറിയൊരു മോയ്സ്ചർ ദേഹത്ത് കാണുമല്ലോ, കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആക്കില്ല, ചെറിയൊരു മോയ്സ്ചർ നമുക്ക് എന്തായാലും കുളിച്ച് കഴിയുമ്പോൾ കാണുമല്ലോ. അപ്പോൾ അതിൽ തന്നെ ഞാൻ കംപ്ലീറ്റ് ബോഡിയിൽ ഈ ഒരു ലോഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കും. പക്ഷേ ഫേസ് ഞാൻ സെബാമെഡിൻ്റെ ഫേഷ്യൽ പ്രൊട്ടക്റ്റിംഗ് ക്രീമാണ് യൂസ് ചെയ്ത് കൊടുക്കുന്നത് ഫേസിൽ.
ഫേസിൽ നമുക്ക് ഈ അവീനോ തന്നെ യൂസ് ചെയ്ത് കൊടുക്കാം. പക്ഷെ മോളുടെ കുറച്ച് സെൻസിറ്റീവ് സ്കിന്നാണ്. അപ്പോൾ എനിക്ക് അവീനോടെ ലോഷൻ ഫേസിൽ യൂസ് ചെയ്തിട്ടും സെബാമെഡിൻ്റെ ഫേഷ്യൽ ക്രീമും കൂടി യൂസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടി ബെറ്റർ സെബാമെഡ് ആണെന്ന് എനിക്ക് തോന്നി ഫേസിൽ. അപ്പോൾ അത് കാരണം ഇപ്പോൾ ബോഡിയിലും സെബാമെഡിൻ്റെ ക്രീം നല്ലതാണ് കേട്ടോ. ഞാൻ അവീനോ യൂസ് ചെയ്യുന്നേ ഉള്ളൂ. ഇപ്പോൾ സെബാമെഡ്, സെറ്റാഫിൽ, അവീനോ ഇതിൽ ഏതാണെങ്കിലും ബെസ്റ്റാണ് കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട്. സെബാമെഡിൻ്റെ യൂസ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി. പിന്നീട് ഞാൻ പൗഡർ ഞാൻ യൂസ് ചെയ്യാറില്ല, മോളുടെ ദേഹത്ത് പൗഡർ ഞാൻ ഇട്ട് കൊടുക്കാറില്ല. പക്ഷേ എങ്ങാനും ചെറിയൊരു യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ചിലപ്പോൾ മോളെ ഇങ്ങനെ ഉറുമ്പൊക്കെ കടിച്ചു കഴിയുമ്പോൾ അവിടെ ഇങ്ങനെ കുറച്ച് ബമ്പി ആയിട്ടിരിക്കുമല്ലോ, അപ്പോൾ ചെറുതായിട്ട് പൗഡർ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് സെബാമെഡിൻ്റെ പൗഡർ തന്നെയാണ്. സെബാമെഡിൻ്റെ ഒരു പൗഡർ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വലിയ യൂസൊന്നുമില്ല, കാരണം ബോഡിയിൽ പൗഡർ ഇട്ട് കൊടുക്കുന്നില്ല. ഈ ആംപിറ്റ്സിലും എല്ലാം ബോഡി ലോഷൻ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അതാണ് ഏറ്റവും ബെസ്റ്റ്. നമുക്ക് ബോഡി ലോഷൻ ഇടുന്നതാണ് ഏറ്റവും ബെസ്റ്റ്, കാരണം കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും സ്കിൻ നല്ല മോയ്സ്ചറായിട്ട് ഇരിക്കുന്നതാണ് നല്ലത്. അപ്പം അത് കാരണം പൗഡർ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട്, പൗഡർ ഇടുമ്പോൾ കൂടുതൽ ഡ്രൈ ആയി പോകത്തല്ലേ ഉള്ളൂ. അടുത്ത റാഷ് ക്രീം, ഡയപ്പറിലോട്ട് നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ ഡയപ്പർ സെക്ഷനിൽ ഇപ്പോൾ ഇത്രയും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഇനി ഡയപ്പർ ഇട്ട് കൊടുക്കുന്നതിൽ ഡയപ്പർ റാഷ് ക്രീമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് സെറ്റാഫിലിൻ്റെ ഡയപ്പർ ക്രീമാണ്. ഞാൻ ഒരുപാട് ഡയപ്പർ ക്രീം മൂക്ക് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാം എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയത് ഈ സെറ്റാഫിലിൻ്റെ ഡയപ്പർ ക്രീമാണ്. സെറ്റാഫിലിൻ്റെ ഡയപ്പർ ക്രീമും ഞാൻ മൂക്ക് ഇട്ട് കൊടുക്കും. അതുകൂടാതെ മസ്തല്ല എന്ന് പറഞ്ഞൊരു ബ്രാൻഡുണ്ട്. ഈ മസ്തല്ല എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയും വളരെ നല്ലതാണ്. അപ്പോൾ അതിൻ്റെ ഡയപ്പർ ക്രീം ഞാൻ മൂക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ സെറ്റാഫിലിൻ്റെ ആണ് ഞാനിപ്പോൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഞാനിപ്പം ഈയിടെയായിട്ട് ഞാൻ മാറ്റിയിട്ടേ ഇല്ല. കംപ്ലീറ്റ് സ്ഥിരമായിട്ട് ഞാൻ യൂസ് ചെയ്ത് കൊടുക്കുന്നത് സെറ്റാഫിലിൻ്റെ ഡയപ്പർ ക്രീം മാത്രമാണ്. പിന്നെ ഡയപ്പേഴ്സിലോട്ട് പോവുകയാണെങ്കിൽ നിലവിൽ മോള് യൂസ് ചെയ്യുന്ന ഡയപ്പർ എന്ന് പറയുന്നത് മാമി പോക്കോ പാൻസ് ആണ് നിലവിൽ യൂസ് ചെയ്യുന്നത്. ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് മോള് വളരെ ചെറുതായിരുന്നപ്പോൾ, അതായത് ന്യൂ ബോൺ ബേബി ആയിരുന്നപ്പോൾ പോലും ഹോസ്പിറ്റലിൽ നിന്ന് മാമി പോക്കോ പാൻസ് ആണ് ഇട്ട് കൊടുത്തവർ. അപ്പോൾ നമ്മൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പാമ്പേഴ്സിൻ്റെ പ്രീമിയം കെയർ മേടിച്ചു കൊടുത്തു. അത് കുറച്ചും കൂടെ സ്ലിമ്മർ അല്ലേ, അപ്പോൾ അത് മേടിച്ചു കൊടുത്തു. പക്ഷെ അതൊന്നും ശരിയാവുന്നില്ലായിരുന്നു. അത് ആദ്യമൊക്കെ ശരിയായിക്കൊണ്ടിരുന്നു. പക്ഷേ പിന്നീട് ഡോക്ടർ തന്നെയാണ് പറഞ്ഞത് അതിൽ ആലോവേറ എക്സ്ട്രാക്ട് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പാമ്പേഴ്സിൻ്റെ സെക്ഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ വിത്ത് ആലോവേറ എക്സ്ട്രാക്ട് എന്നൊക്കെ പറഞ്ഞ് എഴുതി കാണിക്കും. അപ്പം നമ്മൾ പെട്ടെന്ന് ഇത് ആലോവേറ അല്ലേ എന്ന് പറഞ്ഞിട്ട് അത് എടുക്കും. പക്ഷെ അത് നല്ലതല്ല, സ്കിന്നിന് നല്ലതല്ല ആക്ച്വലി പറഞ്ഞാൽ. കഴിവതും അങ്ങനെയുള്ളത് മേടിക്കാതിരിക്കാം. ഇപ്പോൾ ഞാൻ മാമി പോക്കോ പാൻസ് ഞാനൊരു കോക്കനട്ട് ഓയിൽ എക്സ്ട്രാക്റ്റ് വരുന്ന ഒരു മാമി പോക്കോ പാൻസാണ് മാമി പോക്കോ പാൻസാണ് ഞാനിപ്പോൾ മേടിക്കുന്നത്. അതിൽ നമ്മുടെ ഈ മാമി പോക്കോ പാൻസിൻ്റെ അവിടെ 2 മാമി പോക്കോ പാൻസ് ഉണ്ടോയെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ദാറ്റ് ഈസ് 2 പാക്കേജിങ്ങിൽ വരുന്ന, ഒന്നൊരു യെല്ലോ ഒരു ടിൻറ്റ് വരുന്നൊരു യെല്ലോ സൈഡിലൊരു ഇത് കൊടുക്കുന്ന ഒരു പാക്കുണ്ട്. അതല്ല ഞാൻ മേടിക്കുന്നത്. 2 കോക്കനട്ടിൻ്റെ ഒരു ഫോട്ടോ ഉള്ള ഒരു മാമി പോക്കോ പാൻസ് വരുന്നുണ്ട്. കോക്കനട്ട് ഓയിൽ എക്സ്ട്രാക്റ്റ് എന്ന് എഴുതിയിരിക്കുന്ന അതാണ് ഞാൻ മേടിക്കുന്നത്. പിന്നീട് ഹഗീസും ഞാൻ മൂക്ക് ഇട്ട് നോക്കിയിട്ടുണ്ട്. ഹഗീസും എനിക്ക് ഒട്ടും ശരിയായിട്ടില്ലായിരുന്നു. പക്ഷെ ഒരുപാട് പേർക്ക് ഹഗീസ് ഓക്കെയാണ്. പക്ഷെ ഓരോ കുട്ടികളെ ഡിപ്പെൻഡ് ചെയ്തും കൂടെ ഇരിക്കും ഏതൊക്കെ നല്ലതാണ് അല്ല എന്നുള്ളത്. ഇപ്പോൾ എൻ്റെ മൂക്ക് പറ്റാത്തത് ചിലപ്പോൾ വേറൊരു കുട്ടിക്ക് ശരിയാവുമായിരിക്കാം. പക്ഷേ ഞാൻ പറയുന്നത് കൂടുതലും ഇങ്ങനെ ഈ ആലോവേറ അങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നത് മേടിക്കാതിരിക്കാം കേട്ടോ. കൂടുതൽ സെൻറ്റഡ് സാധനങ്ങൾ അവോയ്ഡ് ചെയ്യുക. അൺസെൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം ആർട്ടിഫിഷ്യലായിട്ടുള്ള സാധനങ്ങൾ വരാത്തത് മാക്സിമം നോക്കുക. ഞാൻ പേഴ്സണലി മേടിച്ച് എൻ്റെ മൂക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റ്സാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ പ്രോഡക്റ്റ്സ് ഒന്നും തന്നെ പെയ്ഡല്ല, ഇതൊന്നും കൊളാബല്ല. ഓക്കെ, ഇതൊന്നും പെയ്ഡല്ല, ഒന്നുമല്ല. അപ്പോൾ നിങ്ങളൊരു ന്യൂ മോമാണ്, നിങ്ങൾക്കൊരു കൺഫ്യൂഷനിലിരിക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ എല്ലാവർക്കും ആൻസർ ചെയ്യാം. അപ്പോൾ ഏതായാലും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഞാൻ കുറച്ച് ലിങ്ക്സ് എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്ഡേറ്റ് ചെയ്തേക്കാം. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.